ഇന്ത്യക്കാരുടെ ആതിഥ്യ മര്യാദയെക്കുറിച്ച് രാജ്യത്തെത്തുന്ന വിനോദസഞ്ചാരികൾ ഉൾപ്പെടെയുള്ളവർ പലകുറി വിവരിച്ചിട്ടുണ്ടാവും. അതിഥികളെ തുറന്ന മനസ്സോടെ സ്വീകരിക്കുകയും അവരെ ഉൾക്കൊള്ളുകയും ചെയ്യുന്നതാണ് നമ്മുടെ സമീപനം. വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യ നൽകുന്ന ഊഷ്മളമായ അനുഭവങ്ങളും സൗഹൃദങ്ങളും എന്നും അവരുടെ ഓർമ്മകളിൽ നിലനിൽക്കുന്നതാണ്. അത്തരമൊരു അനുഭവം തനിക്ക് ഇന്ത്യയിൽ നിന്ന് ലഭിച്ചെന്ന് വ്യക്തമാക്കിയാണ് ഡങ്കൻ മക്നോട്ട് എന്ന ഓസ്ട്രേലിയൻ യുവാവ്. ഇന്ത്യയിലെ അതിഥേയ മര്യാദ ലോകോത്തരമാണെന്ന് മക്നോട്ട് പറയുന്നു. ഇന്ത്യയിലെ ജനങ്ങളുടെ സ്നേഹത്തെയും സഹായ മനസ്കതയെയും പ്രശംസിച്ച യുവാവിൻ്റെ ഇൻസ്റ്റഗ്രാം വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെ അപരിചിതർ പോലും ചായ നൽകാനും വഴി കാണിക്കാനും തയ്യാറാകുന്ന ഇന്ത്യയുടെ സവിശേഷമായ സംസ്കാരത്തെക്കുറിച്ചാണ് യുവാവ് പറയുന്നത്. അതിഥി ദേവോ ഭവ എന്ന തത്വം ഇന്ത്യയിൽ ഒരു ജീവിത രീതിയായി മാറിയിരിക്കുന്നു. വിനോദസഞ്ചാരികൾക്ക് ഇന്ത്യ നൽകുന്ന ഊഷ്മളമായ അനുഭവങ്ങളും സൗഹൃദങ്ങളും അവരുടെ ഓർമ്മകളിൽ നിന്നും നിലനിൽക്കും. 3 ദിവസം മുൻപ് പരിചയപ്പെട്ട ഗൗരവ് എന്നയാൾ തന്നെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഭക്ഷണം നൽകി. ഞാൻ അവരുടെ കുടുംബത്തോടൊപ്പം ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയി. അദ്ദേഹം എന്നെ സുവർണക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയി. അദ്ദേഹം എനിക്ക് ജയ്പൂരിലേക്ക് ഒരു ബസ് ഏർപ്പാടാക്കി തരികയും ചെയ്തു. ഇന്ത്യക്കാരുടെ ആതിഥ്യ മര്യാദ മറ്റാരുമായി താരതമ്യം ചെയ്യാൻ കഴിയാത്തതാണ്. നന്ദി ഇന്ത്യ എന്നും മക്നോട്ട് വികാരഭരിതനായി പറയുന്നുണ്ട്. ഡെങ്കന്റെ വീഡിയോയിൽ യാത്രാനുഭവങ്ങളുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഭക്ഷണം പങ്കുവച്ചതും പരമ്പരാഗത വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതും അമൃത്സറിലെ ഗോൾഡൻ ടെമ്പിൾ സന്ദർശിച്ചതും പുതിയ സുഹൃത്ത് ഏർപ്പാടാക്കി തന്ന ബസ്സിൽ യാത്ര ചെയ്യുന്നതുമെല്ലാം വീഡിയോയിൽ കാണാം. ഇന്ത്യയുടെ അതിഥേയ മര്യാദ ലോകത്ത് മറ്റൊരിടത്തും കാണാൻ കഴിയില്ലെന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നു. മറ്റൊരു വീഡിയോയിൽ മക്നോട്ട് ഇന്ത്യയുടെ സൗന്ദര്യത്തിനും വൈവിധ്യത്തിനും സമ്പന്നമായ സംസ്കാരത്തിനെയും പ്രശംസിച്ചു. ഇന്ത്യക്ക് അതിൻ്റേതായ പ്രത്യേകതകളുണ്ടെന്നും രാജ്യത്തിൻ്റെ പോസിറ്റീവ് വശങ്ങൾ അതിൻ്റെ നെഗറ്റീവ് വശങ്ങളെക്കാൾ വളരെ കൂടുതലാണെന്നും അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യയിലെ ജനങ്ങളുടെ സ്നേഹവും സഹായ മനസ്കതയും യാതൊരു പ്രതിഫലവും പ്രതീക്ഷിക്കാതെയാണ്. തിരക്കേറിയ നഗരങ്ങളിലായാലും വിദൂരമായ ഗ്രാമപ്രദേശങ്ങളിലായാലും സഞ്ചാരികൾക്ക് ലഭിക്കുന്ന ഊഷ്മളമായ സ്വീകരണം അത്ഭുതപ്പെടുത്തുന്നതാണ്. വഴിതെറ്റിയാൽ ഒരു അപരിചിതൻ ഓടി വന്ന് സഹായിക്കും. ക്ഷീണിതനായി കാണുന്ന ഒരാൾക്ക് സ്നേഹത്തോടെ ഒരു കപ്പ് ചായ നൽകാനും ഇതൊന്നും ഒരു കടമയായിട്ടല്ല, മറിച്ച് അവരുടെ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യുന്നത്. മറ്റൊരാളെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാനും വീട്ടിലെന്ന പോലെ തോന്നലുണ്ടാക്കാനും അവർക്ക് പ്രത്യേക കഴിവുണ്ട്. ഇത്തരം അനുഭവങ്ങൾ പല സഞ്ചാരികളും പങ്കുവച്ചിട്ടുണ്ട്. താജ്മഹൽ കാണാനും ഗോവയിലെ കടൽ തീരങ്ങളിലോ കേരളത്തിലെ കായലുകളിലോ സമയം ചെലവഴിക്കാനോ വരുന്നവർക്ക് ഏറ്റവും വലിയ സമ്മാനം ലഭിക്കുന്നത് അവിടുത്തെ ജനങ്ങളിൽ നിന്നാണ്. ഓട്ടോ ഡ്രൈവർമാർ വഴികാട്ടികളായും ചായക്കടക്കാർ ഓർമ്മയിൽ നിൽക്കുന്ന സുഹൃത്തുക്കളായി മാറുകയും ചെയ്യും. ഡങ്കന്റെ വീഡിയോ വൈറലായപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ പ്രതികരണമാണ് ഉണ്ടായത്. പല വിദേശികളും തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. ഞാനും അടുത്തിടെ ഇന്ത്യ സന്ദർശിച്ചു. അവിടുത്തെ ആളുകൾ വളരെ മികച്ചവരായിരുന്നുവെന്ന് ഒരാൾ കുറിച്ചു. ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ ഹൃദയത്തിൽ ഇന്ത്യ ഒരു പ്രത്യേക സ്ഥാനം നേടുന്നത് ഇത്തരം അനുഭവങ്ങളിലൂടെയാണ്. ഇന്ത്യയിലെ പ്രകൃതിയും സവിശേഷതകളും മനോഹരമാണെങ്കിലും ജനങ്ങളുടെ സ്നേഹമാണ് രാജ്യത്തെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. ചിലപ്പോൾ യാത്രയിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ചോ സാംസ്കാരിക രീതികളെക്കുറിച്ചോ ഉള്ള പരാതികൾ വൈറലാകുന്നതിന് വിപരീതമായി ഇത്തരം നല്ല അനുഭവങ്ങൾ പങ്കുവെക്കുന്നത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിൽ ചൂണ്ടിക്കാട്ടി. ഡങ്കന്റെ ഈ വീഡിയോ ഇന്ത്യയുടെ യഥാർത്ഥ സ്പിരിറ്റ് ലോകത്തിന് കാണിച്ചു കൊടുത്തു എന്ന് പലരും അഭിപ്രായപ്പെട്ടു. അപ്രതീക്ഷിതമായി ലഭിക്കുന്ന സ്നേഹവും സഹായവും ഇന്ത്യയുടെ പ്രത്യേകതയാണെന്ന് ഈ അനുഭവം അടിവരയിടുന്നുവെന്ന് ചിലർ പറയുന്നുണ്ട്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.